ഇന്ത്യൻ വിപണി പ്രവേശനത്തിൽ ഒമാനി ഉൽപ്പന്നങ്ങൾക്ക് മുൻഗണന. സെബ കരാറിന്റെ നേട്ടങ്ങൾ വിശദീകരിച്ച് ഒമാൻ കസ്റ്റംസ്. ഇനി അറിയിപ്പുകൾ മിസ്സാകില്ല. ബുക്കിംഗിന് യാത്രക്കാരുടെ സ്വന്തം ഫോൺ നമ്പറും ഇമെയിലും വേണമെന്ന് ഒമാൻ എയർ. ഇന്ത്യയെ അറിയാം പദ്ധതിയിലേക്ക് ഇന്ത്യൻ എംബസി അപേക്ഷ ക്ഷണിച്ചു. ഫഹാഹീലിൽ പരിശോധന. 68 പേരെ അറസ്റ്റ് ചെയ്തു. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ വഴി ഇന്ത്യൻ വിപണിയിൽ ഒമാനി ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക മുൻഗണനയും ആനുകൂല്യങ്ങളും ലഭിക്കുമെന്ന് ഒമാൻ കസ്റ്റംസ് വ്യക്തമാക്കി. കരാറിലെ കസ്റ്റംസ് വ്യാപാര വ്യവസ്ഥകളെക്കുറിച്ച് വിശദീകരിക്കുമ്പോഴാണ് അധികൃതർ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഈ കരാർ പ്രകാരം യോഗ്യതയുള്ള ഉൽപ്പന്നങ്ങളുടെ കസ്റ്റംസ് തീരുവ പൂർണ്ണമായും ഒഴിവാക്കുകയോ ഗണ്യമായി കുറയ്ക്കുകയോ ചെയ്യും. ഇത് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ചരക്കുനീക്കം സുഗമമാക്കുന്നതിനോടൊപ്പം വ്യാപാര ചെലവുകൾ ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കും. കസ്റ്റംസ് നടപടിക്രമങ്ങൾ ലളിതമാക്കുന്നതിലൂടെയും ചുവപ്പു നാടകൾ ഒഴിവാക്കി റെഗുലേറ്ററി ആവശ്യകതകൾ ഏകീകരിക്കുന്നതിലൂടെയും സുതാര്യത ഉറപ്പാക്കാനും താരിഫ് ഇതര തടസ്സങ്ങൾ ഇല്ലാതാക്കാനും കരാർ ലക്ഷ്യമിടുന്നു. ഗൾഫ് രാജ്യങ്ങൾ, ആഫ്രിക്ക, മധ്യേഷ്യൻ വിപണികൾ എന്നിവയുമായി ബന്ധിപ്പിക്കുന്ന തന്ത്രപ്രധാനമായ ഒരു പ്രാദേശിക വ്യാപാര കേന്ദ്രമായി ഇന്ത്യയെ നിലനിർത്താൻ ഒമാന് ഈ കരാർ സഹായിക്കുമെന്ന് ഒമാൻ കസ്റ്റംസ് ചൂണ്ടിക്കാട്ടി. വിമാന സർവീസുകൾ വൈകുകയോ സമയക്രമത്തിൽ മാറ്റം വരികയോ ചെയ്യുമ്പോൾ യാത്രാ വിവരങ്ങൾ തത്സമയം നേരിട്ടറിയിക്കാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ യാത്രക്കാരുടെ സ്വന്തം ഫോൺ നമ്പറും ഇമെയിൽ വിലാസവും നൽകണമെന്നത് നിർബന്ധമാക്കി ഒമാൻ എയർ. ട്രാവൽ ഏജൻസികൾ വഴിയോ മൂന്നാം കക്ഷികൾ വഴിയോ ടിക്കറ്റ് എടുക്കുന്നവർക്കും ഈ നിയമം ബാധകമാണ്. ചൊവ്വാഴ്ച മുതൽ ഇത് പ്രാബല്യത്തിൽ വന്നു. എല്ലാ ബുക്കിങ്ങുകളിലും വ്യക്തിഗത ഇമെയിൽ വിലാസവും അന്താരാഷ്ട്ര കൺട്രി കോഡോട് കൂടിയ മൊബൈൽ നമ്പറും നൽകിയിരിക്കണം. നൽകുന്ന വിവരങ്ങൾ യാത്രക്കാരൻ്റെതോ അല്ലെങ്കിൽ അടിയന്തര ഘട്ടങ്ങളിൽ ബന്ധപ്പെടേണ്ട അതാത് വ്യക്തികളുടേതോ ആയിരിക്കണമെന്നും ഒമാൻ എയർ വ്യക്തമാക്കി. ഇന്ത്യൻ വംശജരായ യുവജനങ്ങൾക്ക് മാതൃരാജ്യത്തെ അടുത്തറിയാൻ അവസരമൊരുക്കുന്ന 89ാമത് ഇന്ത്യയെ അറിയാം പദ്ധതിയിലേക്ക് ഒമാനിലെ ഇന്ത്യൻ എംബസി അപേക്ഷ ക്ഷണിച്ചു. സെപ്റ്റംബർ 15 മുതൽ 29 വരെ ഇന്ത്യയിലാണ് ഈ പരിപാടി നടക്കുക. ഒമാനിലുള്ള പ്രവാസി ഭാരതീയർ, ഇന്ത്യൻ വംശജർ, ഓവർസീസ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യൻ കാർഡുള്ളവർ എന്നിവർക്കാണ് അവസരം. ഇത്തവണ പ്രവാസി സമൂഹത്തിലെ യുവ ഗവേഷകർക്കും ഇന്നവേറ്റേഴ്സിനുമാണ് പ്രോഗ്രാമിൽ മുൻഗണന നൽകുന്നത്. 18നും 23നും മധ്യേ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. ഓഗസ്റ്റ് 27-നാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി. ഫഹാഹീലിലെ വ്യാവസായിക മേഖലകളിലും വാണിജ്യ കേന്ദ്രങ്ങളിലും ശക്തമായ പരിശോധന. താമസ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച 68 പേരെയും പിടികിട്ടാപ്പുള്ളികളായ 6 പേരെയും പരിശോധനയ്ക്കിടെ അറസ്റ്റ് ചെയ്തു. ആഭ്യന്തര മന്ത്രാലയവും പബ്ലിക് അതോറിറ്റി ഓഫ് മാൻപവറും സംയുക്തമായാണ് നടപടികൾ സ്വീകരിച്ചത്. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange.